പന്നിക്കണിയിൽ ജീവൻ പൊലിഞ്ഞ അനന്തുവിൻ്റെ വീട്ടിൽ ഇപ്പോൾ LDF സ്ഥാനാർത്ഥി എം സ്വരാജ് എത്തിയിട്ടുണ്ട്. അതിൻ്റെ തത്സമയം. സുഹൈൽ മുഹമ്മദ് തത്സമയം ചേരുകയാണ്. സുഹൈൽ, എപ്പോഴാണ് LDF സ്ഥാനാർത്ഥി അവിടെ എത്തിയത്? വിവരങ്ങൾ. അല്പം മുമ്പാണ് LDF സ്ഥാനാർത്ഥി എം സ്വരാജ് ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ വീട്ടിലെത്തിയത്. ഈ നിലമ്പൂർ മണ്ഡലത്തിലെ വഴിക്കടവ് പഞ്ചായത്തിലെ വെള്ളക്കെട്ട് എന്ന സ്ഥലത്താണ് അനന്തുവിന്റെ വീടുള്ളത്. വലിയ വനമേഖലയുള്ള ഈ ഇത്തരത്തിൽ വന്യമൃഗ ശല്യമുള്ള ഒരു ഇടം തന്നെയാണ്. ഇപ്പോൾ എം സ്വരാജ് ഇവിടെ എത്തി അനന്തുവിന്റെ കുടുംബാംഗങ്ങളെ കണ്ട് ആശ്വസിപ്പിക്കുകയാണ്. 15 വയസ്സ് മാത്രമാണ് അനന്തുവിന്റെ പ്രായം. 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വലിയ സാമ്പത്തിക പദ്ധതിയൊന്നുമില്ലാത്ത കുടുംബമാണ്. പിതാവ് സുരേഷ് കൂലിപ്പണിക്കാരനാണ്, മാതാവ് നിത്യരോഗിയാണ്. അങ്ങനെ 2 മുതിർന്ന ചേച്ചിമാരാണുള്ളത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയും ജീവിത പ്രാരാബ്ദങ്ങൾക്കും ഇടയിൽ അനന്തുവായിരുന്നു ഈ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ. SLC കഴിഞ്ഞ അനന്തുവിന്റെ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ഊന്നൽ നൽകി കുടുംബം രക്ഷപ്പെടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുടുംബമായിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ വല്ലാത്തൊരു ദുരനുഭവം കുടുംബത്തിലുണ്ടാകുന്നത്. അങ്ങേറ്റം ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ സുഹൃത്തുക്കളോടൊപ്പം ഈ അനന്തുവിന്റെ വീടിനടുത്ത് തന്നെയാണ് ഇന്നലെ അനന്തുവിനോടൊപ്പം പോയിരുന്ന സുഹൃത്തുക്കളുടെയും വീട്. സുഹൃത്തുക്കളോടൊപ്പം മീൻ പിടിക്കാൻ വൈകിട്ടോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇന്ന് രാവിലെ മാത്രമാണ് അനന്തുവിന്റെ മരണവാർത്ത കുടുംബത്തെ അറിയിച്ചത്. അതുവരെ അനന്തു ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് പറഞ്ഞ് വീട്ടുകാരെ ഇവിടെ തന്നെ നിർത്തുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ മാത്രമാണ് കുടുംബം ഈ വിയോഗ വാർത്ത അറിയുന്നത്. അതിന്റെ വല്ലാത്തൊരു സങ്കടം തലക്കെട്ടൊരു അന്തരീക്ഷം ഈ വീട്ടിലാകെയുണ്ട്. ഇപ്പോൾ എം സ്വരാജ് ഇപ്പോൾ ഈ വഴിക്കടവിലുള്ള അനന്തുവിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് UDF അടക്കം ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമാക്കുമ്പോൾ അനന്തുവിന്റെ മരണം ഈ ഗവൺമെന്റ് സ്പോൺസർഡ് മർഡർ എന്ന കണക്കുള്ള അതിരൂക്ഷ വിമർശനം ഉയർത്തുന്നതിനിടെയാണ് ഇതിലെ വ്യക്തത വരുത്താൻ എന്താണ് LDFന്റെയും സർക്കാരിന്റെയും ഈ വിഷയത്തിലെ തീരുമാനങ്ങളെന്നുമൊക്കെ അറിയിക്കാൻ വേണ്ടി എം സ്വരാജ് അവിടെ എത്തിയിരിക്കുന്നത്. സ്വരാജ് ഇപ്പോൾ കുടുംബാംഗങ്ങളെ കാണുകയാണ്. അല്പം മുമ്പാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ടെറൈൻ എടുത്ത് പരിശോധിച്ചാൽ ഈ അനന്തുവിന്റെ വീട്ടിലേക്ക് വാഹനങ്ങളൊന്നും വരില്ല. ഒരുപാട് ഒരു വനപാതയാണ്, ചുറ്റും വനമാണ്. അതിനിടയിലൂടെ ഒരു പാതയ്ക്ക് കയറി വേണം ഈ ഭാഗത്തേക്ക് വരാൻ. നാട്ടുകാരോടൊപ്പം അടക്കം സംസാരിച്ചപ്പോഴും വന്യമൃഗശല്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നിലവിൽ നമുക്ക് ഈ പന്നിക്കണിയുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്ന കാര്യം അത് പന്നി ഇറച്ചി വിൽക്കാൻ വേണ്ടി ഒരുക്കിയ കെണിയാണെന്നാണ്. എം സ്വരാജ് ഇപ്പോൾ വീട്ടുകാരെ കണ്ടതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നു സമീപത്തെ വീട് തന്നെയാണ് നേരത്തെ ഷോക്കേറ്റ് രക്ഷപ്പെട്ട മനീഷ് അടക്കമുള്ളവരുടെ വീട്. അവരെയും കൂടി കാണാൻ വേണ്ടിയാണ് എം സ്വരാജ് നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേ SKN, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനന്തുവിന്റെ സുഹൃത്തുക്കളൊപ്പമായിരുന്നു അനന്തു ഇന്നലെ അങ്ങോട്ട് പോയിരുന്നത്. അതിൽ സുഹൃത്തായ മനീഷ് അത്ഭുതകരമായാണ് ഇന്നലെ രക്ഷപ്പെട്ടത്. 2 പേർ രക്ഷപ്പെട്ടതിൽ ഒരാൾ മനീഷാണ്. അപ്പോൾ മനീഷിനെയും കൂടി എം സ്വരാജ് കാണുകയാണ്. മനീഷിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് ഈ വലിയ സാമ്പത്തികമായി ഭദ്രതയില്ലാത്ത കുടുംബങ്ങൾ അത്തരത്തിലുള്ള വീടുകളൊക്കെയുള്ള ഒരു ഇടമാണ്. ഈ പ്രത്യേകിച്ച് അനന്തുവിന്റെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സുരേഷ് പിതാവ് കൂലിപ്പണിക്കാരനാണ്, മാതാവ് നിത്യരോഗിയാണ്. പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അടക്കം ചികിത്സ തേടുന്ന മാതാവാണ്. അങ്ങേയറ്റം ദാരുണമായ 2 സഹോദരിമാരാണുള്ളത്. അനന്തുവായിരുന്നു ഏക പ്രതീക്ഷ. അങ്ങനെ അനന്തുവിൽ എല്ലാ പ്രതീക്ഷയും അർപ്പിക്കുന്നതിനെയാണ് ഇത്തരത്തിലൊരു വിയോഗ വാർത്ത ഇവരെ തേടിയെത്തുന്നത്. ഈ അമ്മ നിത്യരോഗി അടക്കമായതുകൊണ്ട് തന്നെ ഇന്നലെയൊന്നും ഈ വിവരം അറിയിച്ചിരുന്നില്ല. അനന്തും സുഹൃത്തുക്കൾക്കും ചെറിയ രീതിയിലൊരു അപകടം സംഭവിച്ചിട്ടുണ്ടെന്നും ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും മാത്രമാണ് പറഞ്ഞത്. അനന്തുവിനെ കാണാൻ അവർ ധൃതി കാട്ടിയപ്പോൾ ഒരു പ്രശ്നവുമില്ല, നാളെ രാവിലെ ആകുമ്പോൾ തിരികെ വരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതിൽ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു മരണവാർത്ത അറിയിക്കേണ്ടി വന്നത്. അതിന്റെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം ഇവിടെയുണ്ട്. നാട്ടുകാരും ഈ അയൽവാസികളെല്ലാം ഇന്നലെ തന്നെ അനന്തുവിന്റെ വിയോഗ വാർത്ത അറിഞ്ഞിട്ടും അത് കുടുംബത്തെ അറിയിക്കാതെ അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ കൃത്യമായ ഒരു മറുപടി പറയാനാകാത്ത വല്ലാത്തൊരു അവസ്ഥയിലൂടെ നീങ്ങി ഇന്ന് സത്യം അവർ പറഞ്ഞിരിക്കും. പഞ്ചായത്ത് എന്ന് പറയുന്ന ഈ വെള്ളക്കെട്ട് എന്ന മേഖല സ്വാഭാവികമായും പൊതുവെ ഇത്തരത്തിൽ മനുഷ്യ വന്യമൃഗ സംഘർഷമൊക്കെ ഉള്ള ഇടമാണ്. പക്ഷേ നമുക്ക് ഈ അനന്തുവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സുഹൈൽ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.